അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. 1. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം. അപ്പോൾ ആദ്യം ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഷാജഹാൻ, ഖുത്ബുദ്ദീൻ ഐബക്, വാഴക്കാട്, ജുമാദുൽ ഉഖറ, ജന്നത്തുൽ ബക്കിയ, ഷഅബാൻ, കൊച്ചി. അപ്പോൾ ഒന്നാമത്തത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം അതേതാണ്? ഷഅബാനാണ്. അപ്പോൾ അവിടെ ഷഅബാൻ എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം, അത് ജുമാദുൽ ഉഖറ. ഇനി മൂന്നാമത്തത് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, അത് ജന്നത്തുൽ ബക്കിയ എന്നുള്ളതാണ്. 4. കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ ഖബർ, അത് വാഴക്കാട്. 5. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ഷാജഹാൻ. 6. കുത്തുബ് മിനാർ നിർമ്മിച്ചത് ഖുത്ബുദ്ദീൻ ഐബക്. 7. മഖ്ദൂം ഒന്നാമൻ ജനന സ്ഥലം, മഖ്ദൂം ഒന്നാമൻ്റെ ജനന സ്ഥലം അതെവിടെയാണ്? കൊച്ചിയാണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം, ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് 3 ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ശരിയായ ഓപ്ഷന് നേരെ ശരി അടയാളപ്പെടുത്തുക. 1. വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്ത് 1932, 1936, 1922. അപ്പോൾ അതിനോട് ശരിയായത് 1932 എന്നുള്ളതാണ്. അതിൻ്റെ നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 2. മഖ്ദൂം രണ്ടാമൻ രചിച്ചതാണ് അൽ-അദ്കിയ, ഫതുഹുൽ മുഈൻ, ഫതുഹുൽ മുബീൻ. അപ്പോൾ ഫതുഹുൽ മുഈൻ എന്നുള്ളതാണ് ശരിയായ ആൻസർ. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3. ഇനി മൂന്നാമത്തത് അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജ്റ 46, ഹിജ്റ 24, ഹിജ്റ 64. അപ്പോൾ ശരിയായ ആൻസർ ഹിജ്റ 64 എന്നുള്ളതാണ്. ഇനി നാലാമത്തത് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജ്റ 132, ഹിജ്റ 136, ഹിജ്റ 133. അപ്പോൾ ശരിയായ ആൻസർ ഹിജ്റ 132 എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഖൈബർ, ജമൽ, യർമൂക്ക്. അപ്പോൾ അതിനോട് ശരിയായ ആൻസർ ഏതാണ്? ജമൽ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തത് സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം മദീന, ബസ്വറ, അഖീഖ്. അപ്പോൾ ശരിയായ ആൻസർ ഏതാണ്? അഖീഖ്. അഖീഖാണ് സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം, പൂരിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂരിപ്പിച്ചിട്ട് എഴുതുക. 1. ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അലി. അപ്പോൾ അലി എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തത് മമ്പുറം തങ്ങളുടെ ജനന വർഷം 1166. ഇനി 3. മഖ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം ചോമ്പാൽ. ഇനി 4. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ? ചൊക്ലി. 5. അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനന സ്ഥലം വാളക്കുളം. 6. ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി. ഇനി അടുത്ത ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 12ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. 1. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? ഫാത്തിമ. 2. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനന സ്ഥലം ഏത്? മദീന. 3. അശറത്തുൽ മുബശ്ശിറയിൽ നിന്ന് അവസാനം വഫാത്തായത് ആര്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4.
പിതാവിൻ്റെ ദുആ കാരണം ഇസ്ലാമായത് ആര്? സഈദ് റളിയല്ലാഹു അൻഹു. 5. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാള് ഊരിയ വ്യക്തി ആര്? സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 6. ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏത്? ഉഹദ് യുദ്ധം. 7. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. 8. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഏത്? ഖുതുബ് മിനാർ. 9. അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെ? ധർമ്മടം. ഇനി 10ാമത്തെ ചോദ്യം. ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ആര്? മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു. 11. മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആര്? മഖ്ദൂം ഒന്നാമൻ. മഖ്ദൂം ഒന്നാമനാണ് മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം 12. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ നാമം ഏത്? ബനു അസദ്. ബനു അസദ് ആണ് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ നാമം. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം 5ാമത്തെ ഭാഗമാണ്, വ്യക്തമാക്കാം. അപ്പോൾ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ 1ാമത്തെ ചോദ്യം, 3 ചോദ്യം ഉണ്ട്. 1. ഉമർ ഖാളി റളിയല്ലാഹു അൻഹു രചിച്ച 3 കിതാബുകൾ ഏതൊക്കെയാണ്? നഫായിസു ദുറർ, മഖാസിദു നിക്കാഹ്, ഉസൂലു ദബ്ഹ്. അപ്പോൾ ഈ 3 കിതാബുകളാണ് ഉമറുൽ ഖാളി രചിച്ചത്. ഇനി 2ാമത്തത്, ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 4 പ്രധാന ഘട്ടങ്ങൾ. 1. ഖിലാഫത്തു റാഷിദ. 2. ഖിലാഫത്തു അമവിയ. 3. ഖിലാഫത്തു അബ്ബാസിയ. 4. ഖിലാഫത്തു ഉസ്മാനിയ. ഇനി 3ാമത്തെ ചോദ്യം, ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹ്യ ഗുണങ്ങൾ ഏതൊക്കെയാണ്? 1. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹ്യ ഗുണങ്ങൾ. ഏതൊക്കെയാണ്? മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.